സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് പ്രൌഢഗംഭീര തുടക്കം. തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. തലസ്ഥാന നഗരം ഒരുങ്ങി. ഇനി ഓണം മൂട്. നഗരം വൈദ്യുതാലങ്കൃതമായി. ഏത് വഴിയിൽ നിന്ന് തലസ്ഥാന നഗരം നോക്കിയാലും ലൈറ്റ് മൂട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കനകക്കുന്നിൽ വെച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ ചില വിഭാഗങ്ങളിൽ മാത്രമായി ചുരുക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി. അസാധ്യമാണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയവരാണ് നമ്മൾ. അതിനിടയാക്കിയത് നമ്മുടെ ഐക്യവും ഒരുമയുമാണ്. നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിനു മുന്നിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല എന്നതാണ് നാം തെളിയിച്ചിട്ടുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിന്റെയും തമിഴ് സിനിമാ താരം രവി മോഹന്റെയും സാന്നിധ്യം ആഘോഷങ്ങൾക്ക് നൽകിയത് സെലിബ്രിറ്റി മൂഡ്. നിയമസഭയുടെ മുമ്പിൽ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ പോലീസൊക്കെ ഓടിച്ചു വിടുമായിരുന്നു. പടാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല എന്ന് പറയായിരുന്നു. ഇന്ന് അവിടെ പോയിരുന്ന് മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഓണം ആശംസകൾ. ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ഒരുക്കിയ ഓണസദ്യയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഒരാഴ്ചക്കാലം 33 വേദികളിലായാണ് ആഘോഷ പരിപാടികൾ. 10,000-ത്തിലധികം കലാകാരന്മാർ ആഘോഷങ്ങളുടെ ഭാഗമാവും. 5, 6, 7 തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ ഒരുക്കും. 1000-ത്തോളം ഡ്രോണുകൾ ഷോയുടെ ഭാഗമാവും. ഈ മാസം 9-ന് നടക്കുന്ന ഘോഷയാത്രയോടെ ഓണം വാരാഘോഷം സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.